വലിയവനായ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതികരണം, നമ്മളെ കോപത്തെക്കുറിച്ചും സംസാരത്തെക്കുറിച്ചുമാണ് കണ്ടത്. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ നമുക്കറിയാം, സംസാരത്തോടുള്ള ബന്ധത്തിലാണ് അവിടെ കോപത്തെക്കുറിച്ച് പറയുന്നതെങ്കിലും ദൈവവചനത്തോടുള്ള പ്രതികരണവും കേൾക്കുന്ന വചനത്തോട് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നു, കോപത്തോടെ അതിനെ തള്ളിക്കളയുന്നു. നമ്മൾ ഇന്ന് 22 മുതൽ 24 വരെയുള്ള വാക്യം, യാക്കോബ് 1:22 മുതൽ 24 വരെ. But don't just listen to God's word, you must do what it says. Otherwise, you are only fooling yourselves. For if you listen to the word and don't obey, it is like glancing at your face in a mirror. You see yourself, walk away and forget what you look like. കഴിഞ്ഞ ആഴ്ച കണ്ടത് ദൈവത്തിന്റെ വചനത്തോടുള്ള ബന്ധത്തിലാണ്. ഇവിടെ വീണ്ടും ആ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ വചനം നാം കേൾക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ, അതായത് അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. നമുക്കറിയാം, ഈ വഞ്ചന എന്ന് പറയുന്നത്, വേറൊരാൾ നമ്മളെ വഞ്ചിച്ചു എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. പിന്നെ അതിൻ്റെ ഫലം അനുഭവിക്കുമ്പോൾ മാത്രമാണ് അറിയുന്നത്. വഞ്ചിക്കുക, ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ നമ്മളെ അടിച്ചു എന്ന് പറയുന്ന പോലെയല്ല വഞ്ചിക്കുന്നത്. അടിക്കുന്ന അപ്പോൾ തന്നെ നമ്മൾ അറിയുന്നു, വഴക്ക് പറയുന്ന നമ്മൾ അപ്പോൾ തന്നെ കേൾക്കുന്നു. എന്നാൽ വഞ്ചനയുടെ കാര്യം അങ്ങനെയല്ല, അതിൻ്റെ അവസാനം മാത്രമാണ് അവർ തിരിച്ചറിയുന്നത്. അങ്ങനെയുള്ള വഞ്ചന ഇവിടെ പറയുന്നത് നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അതായത് വേറൊരാൾ നമ്മളെ വഞ്ചിച്ചാൽ അത് മനസ്സിലാക്കാൻ എത്ര ബുദ്ധിമുട്ടാണോ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നാം നമ്മെ വഞ്ചിച്ചാൽ. കൈവിടപ്പെട്ടു പോയി എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. മറ്റുള്ളൊരാൾ നമ്മളെ വഞ്ചിച്ചാൽ അത് തന്നെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്, നാം നമ്മെ തന്നെ വഞ്ചിച്ചാൽ. അപ്പൊ ദൈവവചനം കേൾക്കുകയും അത് പ്രവൃത്തിപഥത്തിലേക്ക്, ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുകയാണ്. അത് പറഞ്ഞിട്ട് യാക്കോബ് ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു മനുഷ്യൻ കണ്ണാടിയിൽ നോക്കി, അപ്പൊ അവന്റെ മുഖം കണ്ടു. അപ്പൊ മുഖത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടോ എന്നെല്ലാം കണ്ടു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് അവൻ കണ്ടത് മറന്നു പോകുന്നു. അതിന് തുല്യനാണ് ദൈവവചനം കേട്ടിട്ട് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ അത് വഴിയിൽ വെച്ച് കളയുന്ന ഒരുവന്റെ അവസ്ഥ. എന്തുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് വിദ്യാഭ്യാസമില്ലെന്നും എനിക്ക് വലിയ ലോകപരിചയമില്ലെന്നും അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയത്തേയില്ല. കാരണം ഇത് വെളിപ്പാടാണ്. താഴ്മയുള്ളവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യമാണ്. ഇപ്പൊ സയൻസ് പഠിക്കണമെങ്കിൽ അതിന് ബുദ്ധി വേണം, മാത്സ് പഠിക്കണമെങ്കിൽ അതിന് ബുദ്ധി വേണം. പക്ഷേ ദൈവവചനം പഠിക്കുന്ന കാര്യത്തിൽ ആ ബുദ്ധിയുടെ പരിപാടി അവിടെ ഇല്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതല്ല ഇവിടെ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒഴിവൊഴിവ് പറയാൻ പറ്റത്തില്ല ആ കാര്യത്തിൽ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നത്? ദൈവവചനത്തിന് തുടർച്ചയായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ്, ഒരു കണ്ടിന്യൂസ് റിമൈൻഡർ ആവശ്യമാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യം. ആവർത്തനം 6:4 മുതൽ 9 വരെ. And these words which I command you this day shall be upon your heart, and you shall teach them diligently to your children, and shall talk of them when you sit in your house, and when you walk by the way, and when you lie down, and when you rise, and you shall bind them as a sign upon your hand, and they shall be as frontlets between your eyes, and you shall write them on the doorposts of your house and on your gates. ഇസ്രായേൽ മക്കളോട് പറഞ്ഞ വാക്കുകളോട് എങ്ങനെയാണ് ഒരു പ്രതികരണം ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ ആ വാക്കുകളെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ്? നീ വീട്ടിലിരിക്കുമ്പോൾ അത് സംസാരിക്കണം, നിന്റെ മക്കളോട് പറയണം, നീ അത് നിനക്ക് കാണത്തക്ക വിധത്തിൽ എഴുതി വെക്കണം. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു റിമൈൻഡർ ആവശ്യമാണ്. 2 തിമോഥെയോസ് 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ഞാൻ പറയുന്നത് നീ ചിന്തിച്ചു കൊള്ളുക. ഞാൻ പറയുന്നത് നീ കേട്ടല്ലോ എന്നല്ല, ആ കേട്ട കാര്യം നീ ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഒരു കണ്ടിന്യൂസ് പ്രോസസ്,
അതിനെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ദൈവം നിനക്ക് വെളിപ്പാടുകളെ തരും. റെവലേഷൻ 3:3. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. ഞാൻ ഒരു ട്രാൻസ്ലേഷനിൽ ഒന്ന് വായിക്കാം. സോ റിമെമ്പർ ആൻഡ് ടേക്ക് ടു ഹാർട്ട് ദ ലെസൺസ് യു ഹാവ് റിസീവ്ഡ് ആൻഡ് ഹേർഡ്. നീ സ്വീകരിച്ചതും കേട്ടതുമായ വചനം നീ ഓർക്കണം, അത് നിന്റെ ഹൃദയത്തിലേക്ക് എടുക്കണം. ഇതാണ് ദൈവവചനത്തെ കുറിച്ച് ദൈവവചനം പറയുന്നത്. ഒരു കേൾവി കൊണ്ട് നമ്മൾ തള്ളിക്കളയേണ്ട, അല്ലെങ്കിൽ ഒരു കേൾവി കൊണ്ട് അവസാനിപ്പിക്കേണ്ട കാര്യമല്ല. കാരണം ദൈവവചനം സ്വീകരിക്കാൻ ആവശ്യമായ ഒരു സിസ്റ്റമല്ല നമ്മിലുള്ളത്. ആ സിസ്റ്റത്തിലേക്ക്, ആ രീതിയിലേക്ക് നമ്മൾ വളരണം. ലോകത്തിന്റെ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുകയും ലോകത്തിന്റെ കാര്യങ്ങൾ നമ്മിലേക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട. എന്നാൽ ദൈവിക കാര്യങ്ങളും ദൈവത്തിന്റെ വചനവും നമ്മിലേക്ക് എടുക്കുവാൻ, എളുപ്പത്തിൽ എടുക്കുവാൻ പറ്റിയ മനസ്സോ ചിന്താഗതിയോ രീതികളോ അല്ല നമുക്കധികം പരിചയമുള്ളത്. എന്നാൽ ആ പരിചയത്തിലേക്ക് നമ്മൾ വളർന്നു പോകണം എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം നമ്മൾ വീണ്ടും വീണ്ടും റിമൈൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിക്കുക. ഇത് നമ്മുടെ കൂടെ കൊണ്ടുപോകണം, അത് ഡിസ്കസ് ചെയ്യണം. യാക്കോബ് പറയുകയാണ്, വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവനാണെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുകയാണ്. നമ്മൾ സാധാരണ അല്ലെങ്കിൽ പൊതുവെ നോക്കിയാൽ ദൈവവചനം കേൾക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ ദൈവവചനം കേൾക്കുന്ന ഒരു കേൾവിക്കാരായിട്ട് ഇരിക്കുമ്പോൾ എല്ലാവർക്കും ശരിയായ കാരണമാണ് എന്ന് ചിന്തിക്കരുത്. ഞാനിവിടെ കുറച്ച് കാരണങ്ങൾ പറയാം. അതിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് കാരണത്തിലാണ് ദൈവവചനം കേൾക്കുന്നത്. ഒന്ന്, കേൾക്കേണ്ടത് കൊണ്ട് കേൾക്കുന്നു. നമുക്കറിയാം, നമ്മൾ ഒരു ചർച്ച് ഡിസിപ്ലിൻ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു പോകണം. കേൾക്കേണ്ടത് കൊണ്ട് നമ്മൾ കേൾക്കുന്നു. മറ്റൊന്ന്, രസിക്കാൻ വേണ്ടി കേൾക്കാം. അതുപോലെ മനസ്സമാധാനത്തിന് കേൾക്കാം. കാര്യം നമ്മൾ ഇത്ര ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം ബൈബിൾ വായിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. നമ്മളൊരു ആത്മീകനാണ്. നമ്മൾ ആത്മീകനാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഒന്ന് എത്ര പ്രാവശ്യം ബൈബിൾ വായിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന എത്ര പ്രാവശ്യം ബൈബിൾ വായിക്കുന്നു എന്നുള്ളതല്ല, അത് പ്രാവർത്തികമാക്കുന്നതാണ് വേദപുസ്തകത്തിന്റെ മാനദണ്ഡം. മറ്റൊന്ന്, പഠിക്കാൻ എന്ന് പറയുമ്പോൾ അറിവ് വർദ്ധിപ്പിക്കാൻ. മറ്റൊന്ന്, മനസ്സിലാക്കാൻ, ദൈവത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശരിയായ കാരണം. വേറൊരു കാരണം, എൻ്റെ മനസ്സിലുള്ള ഉത്തരം, ആ ഉത്തരം തന്നെ ഈ പഠിപ്പിക്കുന്ന ആള് അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആള് പറയുമോ എന്ന് കേൾക്കാനുള്ള ആഗ്രഹത്തിൽ. പിന്നെ വേറെ ഗ്രൂപ്പുകാരുണ്ട്, ഒരു ഉദ്ദേശവും ഇല്ല. മലയാളിയെ കുറിച്ച് പൊതുവെ പറയുന്നൊരു പരാതിയാണ്, പുള്ളിക്ക് എല്ലാം സിംപ്ലിയാണ്. എന്തിനാ നീ അവിടെ പോകുന്നത്? സിംപ്ലി. ഓക്കെ, നമ്മള് എന്തിനാ ദൈവനെ കേൾക്കുന്നത്? ദൈവവചനം കേൾക്കുന്നത് ദൈവത്തിന് എന്താണ് പറയാനുള്ളത്, ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ആഗ്രഹത്തോടുകൂടെ അല്ല ദൈവവചനത്തെ നാം സമീപിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് ആ മുഖം മറന്നു പോകുന്ന ആളെ പോലെയാണ്. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, അവൻ തന്നെ തന്നെ കണ്ട് പുറപ്പെടുകയും താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ തന്നെ മറന്നു പോവുകയും ചെയ്യുന്നു. അപ്പൊ ദൈവവചനത്തിന്റെ മുൻപിൽ നമുക്ക് പല പ്രവൃത്തി ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രവൃത്തി നമ്മുടെ രൂപം എന്താണെന്ന് കാണിച്ചു തരികയാണ്. വേദപുസ്തകത്തിന്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് യഥാർത്ഥ ബിജു, നിങ്ങൾ ഈ പുറത്ത് കാണുന്ന ബിജു അല്ല, അതിനകത്ത് ഒരു യഥാർത്ഥ ബിജു ഉണ്ട്. ആരും കാണാത്ത അസൂയുള്ള,
ആരും കാണാത്ത സ്വാർത്ഥതയുള്ള, ആരും കാണാത്ത കോപമുള്ള, അങ്ങനെ ഉള്ള ഒരു യഥാർത്ഥ ബിജു ഉണ്ട്. ആ ബിജുവിനെ കാണിച്ചു തരലാണ് ദൈവവചന പ്രവൃത്തി. ദൈവവചനത്തിന് മുൻപിലായിരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ രൂപം നമ്മെ കാണിച്ചു തരുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. എന്നാൽ യഥാർത്ഥ രൂപം കാണിക്കുമ്പോൾ അതിനെ തടയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ശത്രുവായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്വയനീതി, സെൽഫ് റൈച്ചിയസ്നെസ്. രണ്ട് ഫിയർ, ഭയം. ദൈവവചനത്തിന്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ രൂപം ദൈവവചനം കാണിച്ചു തരും. എന്നാൽ ആ രൂപം കാണാതിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്വയനീതി, രണ്ട് ഭയം. സ്വയനീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഒരു വലിയ ഭാരമാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുൻപിൽ എൻ്റെ സ്വയത്തിന്റെ നീതി കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും ആ നീതി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഭിക്ഷ ചോദിക്കാൻ വന്നു. നമുക്കുള്ളിലുണ്ടായാൽ കൊടുക്കരുത്, പക്ഷേ മിക്കവാറും നമ്മൾ കൊടുക്കും. കാര്യം എന്താ? അല്ലെങ്കിൽ എൻ്റെ നീതി താഴെ വീഴും. ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു നീതിയുണ്ട്. എന്താണ്? ബിജു വലിയ ദാനധർമ്മിയാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത നീതി താഴെ പോകാതിരിക്കാൻ ഇതുപോലുള്ള പല പ്രവൃത്തികൾ ഞാൻ ചെയ്യേണ്ടി വരും. സ്വയനീതി. നമ്മൾ സ്വയനീതിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഭാഗമല്ലെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് പഠിക്കേണ്ട കാര്യമാണ് സ്വയനീതി. കാരണം ദൈവം വെറുക്കുന്ന കഠിനമായ പാപങ്ങളിൽ ഒന്നാണ് സ്വയനീതി. പരീശന്മാരുടെയും സദൂക്യരുടെയും ഒക്കെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്കുള്ള നീതി എന്ന് പറയുന്നത് അവരുണ്ടാക്കിയെടുത്ത നീതിയാണ്. ഇന്നത്തെ സമൂഹം നമ്മൾ പഠിച്ചാൽ ആ സമൂഹത്തിന്റെ നീതി എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്ന നീതിയാണ്. അതുകൊണ്ട് അഭിനയം വളരെയധികം വേണ്ടി വരുന്നു. ആളുകളുടെ മുൻപിൽ കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരുന്നു. ആളുകളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി പറയേണ്ടി വരുന്നു. നമ്മൾ പുറത്ത് കുറ്റം പറയുന്നില്ല, പക്ഷെ വീട്ടിലിരുന്ന് കുറ്റം പറയുന്നു. നമ്മൾ ഫോണിൽ കൂടെ നല്ല ശാന്തമധുരമായി സംസാരിക്കുന്നു, പക്ഷെ കണ്ണുകൊണ്ട് നമ്മൾ കോപ്രായങ്ങളെ കാണിക്കുന്നു, ഒരുപക്ഷെ അയാളെ പരിഹസിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഈ സ്വയനീതിയുടെ പ്രശ്നങ്ങളാണ്. നമുക്ക് ഒറ്റ നീതിയേ ഉള്ളൂ, അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നീതിയല്ല. നമുക്കാർക്കും ഒരു ഉണ്ടാക്കിയെടുക്കുന്ന നീതി ഉണ്ടാക്കാൻ പറ്റത്തില്ല. എനിക്ക് ദൈവത്തിന്റെ നീതി അല്ലെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് എനിക്കൊരു നീതി ഉണ്ടാക്കാനേ പറ്റത്തില്ല. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, നമ്മുടെ നീതി പ്രവൃത്തികൾ ദൈവത്തിന്റെ മുൻപാകെ കറ പുരണ്ട തുണി പോലെയാണ്. ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറണം. ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ഒരു പഠിപ്പിക്കൽ ഇങ്ങനെയാണ്: ഞാൻ എത്ര ദാനധർമ്മങ്ങൾ ചെയ്യുന്നുവോ അത്രയും എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് എൻ്റെ നീതി ഉയർത്താനുള്ള കാര്യവും നടക്കത്തില്ല. തീർച്ചയായിട്ടും ക്രിസ്തീയ ഉപദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു പഠിപ്പിക്കലാണ് കൊടുക്കണം. അത് നീതി ഉണ്ടാകാൻ വേണ്ടിയല്ല, നീതി ഉണ്ടായത് കൊണ്ടാണ്. നമുക്കാർക്കും നീതി ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്നാൽ നാം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ നീതി നമ്മിലേക്ക് പകർന്നു. പിതാവിന്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും, നമ്മൾ അസൂയുള്ളവരാണെങ്കിലും കോപമുള്ളവരാണെങ്കിലും, നമ്മളെ പിതാവ് കാണുന്നത് നീതിമാനായിട്ടാണ്. സ്ഥാനപരമായിട്ടുള്ള നീതി, പൊസിഷണൽ റൈച്ചിയസ്നെസ്, മറ്റൊന്ന് ഫങ്ഷണൽ റൈച്ചിയസ്നെസ്, നീതി പ്രവൃത്തികളൊക്കെ ഉണ്ട്. എനിക്ക് നീതി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ ഉണ്ടാക്കിയ നീതിയാണ് എന്ന ചിന്തയാണ് നീതി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. നീതിമാൻ എന്ന പേര് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ഞാൻ എൻ്റെ ജീവിതത്തിൽ നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു വലിയ കാലം ഉണ്ടായിരുന്നു. നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നീതി കിട്ടാൻ വേണ്ടിയല്ല, എൻ്റെ നീതി, അതായത് എന്നെ നീതിമാനല്ല എന്ന് ആര് തെറ്റിദ്ധരിക്കരുത് എന്ന് കഠിന പ്രതിജ്ഞ എന്നൊക്കെ പറയുന്ന പോലെ എടുത്തൊരു കാലം ഉണ്ടായിരുന്നു. വളരെയധികം സഫർ ചെയ്തു. കാര്യം ഞാൻ ഉണ്ടാക്കിയെടുത്ത നീതി നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ആൾക്കാർക്ക് ബിജുവിനെ കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല.
അങ്ങനെ ആരെങ്കിലും അഭിപ്രായം നഷ്ടപ്പെടാനുള്ള ഒരു പ്രവൃത്തി എന്നോട് ചെയ്താൽ ഞാൻ വളരെ കോപിക്കുമായിരുന്നു. പക്ഷെ ദൈവം കാലങ്ങൾ കൊണ്ട് എന്നെ വളരെയധികം പഠിപ്പിച്ചു. വിജയിച്ചിട്ടൊന്നുമില്ല, എങ്കിലും വളരെയധികം ദൈവം എന്നെ പഠിപ്പിച്ചു. എൻ്റെ നീതിയല്ല, ക്രിസ്തുവിൻ്റെ നീതി. നമ്മൾ അടുത്ത ആഴ്ച ഒരു കാര്യം നമ്മൾ പഠിക്കും, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. അടുത്ത വാക്യമാണത്, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം അവിടെ പറയുന്ന ഇതാണ്: പഴയ നിയമത്തിൽ ഞാൻ ന്യായപ്രമാണം അനുസരിച്ചാണ് നീതിമാനാകുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലുള്ള നീതി എനിക്ക് തന്നതാണ്, ദാനം കിട്ടിയതാണ്. ഞാൻ പറഞ്ഞത്, ദൈവവചനം കാണുമ്പോൾ ദൈവവചനം നമ്മുടെ രൂപം കാണിച്ചു തരും. പക്ഷെ നമുക്ക് പേടി, നമ്മുടെ നീതി വീണു പോകുമോ? എനിക്ക് ഒരാളോട് ദേഷ്യമില്ല, അയാൾ എന്നെ ഉപദ്രവിച്ചതാണ്, പല പ്രാവശ്യം ഉപദ്രവിച്ചു. ഞാൻ ഒരു തെറ്റും അദ്ദേഹത്തിന് ചെയ്തില്ല. തെറ്റിദ്ധാരണ കൊണ്ടൊക്കെ അദ്ദേഹം ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടൊക്കെ വളരെ പ്രയാസപ്പെടുത്തി. ബിജു നല്ലവനാണല്ലോ. അപ്പൊ ബിജുവിന്റെ അഭിപ്രായത്തിൽ കണ്ടോ, ഇത്രയും വലിയ മനുഷ്യൻ എവിടെ ഉണ്ട്? ഒരു പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കാം, എഴുതി കൊടുത്തില്ല. ഇത്രമാത്രം ത്യാഗിയും വിശുദ്ധനുമായ വേറെ മനുഷ്യൻ ആരോ ഉണ്ട് എന്ന് എൻ്റെ ഉള്ളിൽ എനിക്ക് വലിയ അഭിമാനമൊക്കെ ആയിരുന്നു. പക്ഷേ ദൈവം എന്നോട് ഇടപെടുകയായിരുന്നു. നീ അയാളോട് ചെയ്യാതിരുന്നതിനെ കുറിച്ചാണ് നീ പറയുന്നത്, പക്ഷെ നിനക്ക് എന്തൊക്കെ ചെയ്യാമായിരുന്നല്ലോ. ഏത് പോലീസിന്റെ കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യം മാത്രമല്ല, അദ്ദേഹം എന്നെ ഉപദ്രവിച്ചെങ്കിൽ പോലും എനിക്ക് പല സ്നേഹത്തിന്റെ പ്രവൃത്തികളും ചെയ്യാമായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ സ്വയനീതി നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് ദൈവവചനം വായിക്കുമ്പോൾ എൻ്റെ രൂപം എനിക്ക് മനസ്സിലാവും. അപ്പൊ എനിക്ക് പേടി എന്താ? എൻ്റെ സ്വയനീതി നഷ്ടപ്പെടുമോ? ഇനി ബിജുവിനുള്ള പേര് നഷ്ടപ്പെടുമോ? ബിജുവിനുള്ള വിശുദ്ധി നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ അതിനോട് പ്രതിരോധിക്കും. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്നില്ല. ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ നേരത്തെ വായിച്ചതുപോലെ നമ്മുടെ രൂപം കാണിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ തെളിവ് ബൈബിള് പഠിപ്പിക്കാനുള്ള കഴിവേ അല്ല, പ്രസംഗിക്കാനുള്ള കഴിവേ അല്ല. അതിൻ്റെ അടിസ്ഥാനപരമായ തെളിവ് ബ്രോക്കൺനെസ്, ഹൃദയനുറുക്കവും പശ്ചാത്താപവുമാണ്. ദൈവവചനം എന്നോട് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന, എൻ്റെ രൂപം കാണിക്കുമ്പോഴുള്ള പ്രതികരണം ഹൃദയനുറുക്കവും അനുതാപവുമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആകുന്നു. അത് പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപെടുത്തുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുകയാണ്. അതിന്റെ അടുത്ത വാക്യം കൂടി വായിക്കാമോ? 13. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവന്റെ കൺമുമ്പിൽ നഗ്നവും തുറന്നതുമായി കിടക്കുന്നു. അവനോടാകുന്നു നാം കണക്ക് ബോധിപ്പിക്കേണ്ടത്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാനായി ഉള്ള ഒരു കാര്യം, ദൈവം സകലതും കാണുന്നു എന്നും സകലതും അറിയുന്നു എന്നും അറിയുന്നതാണ്. അത് വർക്കിംഗ് നോളജ്, അല്ലാതെ കേവലമായ അറിവല്ല ഞാൻ പറയുന്നത്. ദൈവം സകലതും അറിയുന്നു, സകലതും കാണുന്നു. ഈ ഒരു ബോധ്യം എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിലുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്കൊന്നും മറച്ചു വെക്കാനില്ല. എവിടെയാ പ്രശ്നം? മറച്ചു വെക്കാൻ എനിക്ക് പലതും ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മറച്ചു വെക്കേണ്ടി വരുന്നത് കൊണ്ട് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ദൈവം സകലതും അറിയുന്നു, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവന്റെ കൺമുൻപിൽ നഗ്നവും തുറന്നതുമായി കിടക്കുന്നു. എനിക്ക് എൻ്റെ ഒരു ശത്രുവിനോട് എനിക്ക് കോപമില്ല എന്ന് പറയുമ്പോഴും ദൈവം സകലതും അറിയുന്നു. എനിക്ക് ഒരുപാട് അവകാശവാദങ്ങളുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച്. അസൂയയില്ല, സ്വാർത്ഥതയില്ല, കോപമില്ല, ഞാൻ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒന്നും പ്രവർത്തിക്കത്തില്ല, വൈരാഗ്യം വെച്ചിട്ട് ഒരവസരം കിട്ടുമ്പോൾ തിരിച്ചടിക്കാൻ ശ്രമിക്കാറില്ല. ഇതൊക്കെയാണ് എൻ്റെ ധാരണകൾ. പക്ഷെ ഈ ധാരണകളൊന്നും പരിശുദ്ധനായ തേജോമയനായ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവന്റെ മുൻപിൽ വിലക്ക് പോകത്തില്ല. ഇതൊക്കെ എൻ്റെ കേവലമായ അറിവുകളാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ
പരിമിതികളുള്ള അറിവുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് എനിക്കൊരു ബോധ്യമുണ്ടാകണം, ദൈവം സകലതും അറിയുന്നു, ദൈവത്തിന് മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ദൈവം എനിക്ക് കാണിച്ചു തരിക. എനിക്ക് ദൈവത്തെക്കുറിച്ച് അതാണ് ബോധ്യമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല അക്സെപ്റ്റ് ചെയ്യാൻ, എനിക്ക് വലിയ സ്വാതന്ത്ര്യത്തിൽ നടക്കാം. ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതിന് മുൻപേ പറഞ്ഞാണ് നമ്മൾ വായിച്ചത്, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിലുണ്ടായ സോഷ്യൽ ഇൻഫ്ലുവൻസ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സോഷ്യൽ ഇൻഫ്ലുവൻസ്, പ്രത്യേകിച്ചും ഇന്റർനെറ്റിന്റെ ഒക്കെ വരവോടുകൂടെ വളരെ ശക്തമായിട്ട് അത് നമ്മെ കൺട്രോൾ ചെയ്ത് തുടങ്ങി. അവിടെ വേദപുസ്തകമാണോ സ്റ്റാൻഡേർഡ്, സൊസൈറ്റി പറയുന്നതാണോ സ്റ്റാൻഡേർഡ്? വേദപുസ്തകം പറയുന്നതാണോ നമ്മുടെ മാനദണ്ഡം, അല്ല സമൂഹം പറയുന്നതാണോ? സമൂഹം പറയുന്നതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു കുത്തൊഴുക്കിലാണ് നമ്മൾ. അതിനൊരു കാരണം എത്രമാത്രം ദൈവത്തിന്റെ വചനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ധ്യാനിക്കുന്നുണ്ട്, വചനം കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് ജീവനും ചൈതന്യമുള്ളതാണ്, അത് പ്രവർത്തിക്കുന്നതാണ്, ഒരു ഡെഡ് അല്ല, ജീവനുള്ളതാണ്. അതിന്റെ ഫങ്ഷൻ എന്താണ്? അതിന്റെ ഫങ്ഷൻ ഈ പ്രാണനിൽ നിന്ന് വരുന്നത് എന്താണ്, ആത്മാവിൽ നിന്ന് വരുന്നത് എന്താണ് എന്ന് വേർതിരിച്ച് കാണിച്ചു തരും. നമ്മൾ പലപ്പോഴും ആത്മീകം അല്ലെ ആത്മാവ് പറഞ്ഞിട്ട് എന്ന് പറയുന്നത് നല്ല പങ്കും പ്രാണനിൽ നിന്നാണ്, അല്ലെങ്കിൽ സോളിൽ നിന്നാണ്, നമ്മുടെ തോന്നലുകളിൽ നിന്നാണ്. നമ്മൾ മനുഷ്യരാണ്, കമ്പാഷനുണ്ട്, മാനുഷികമായിട്ടുള്ള ജഡ്ജ്മെന്റിനുള്ള കഴിവുകളുണ്ട്. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള മാനുഷികമായ കഴിവുകളുണ്ട്, നല്ലത് ഏതാണ് ചീത്തയാണെന്ന് പറയാനുള്ള മാനുഷികമായ കഴിവുകളുണ്ട്. ഇതാണ് സോൾ, ഇതാണ് മനസ്സ്. ഇതിനെയാണ് നമ്മൾ പലപ്പോഴും ആത്മാവിൽ നിന്നുള്ളതെന്ന് ചിന്തിക്കുന്നത്. ദൈവം എന്നോട് പറഞ്ഞു, അല്ലെ ദൈവാത്മാവ് എന്നെ നടത്തി എന്നൊക്കെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഈ മനസ്സിൽ നിന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം മനസ്സിൽ നിന്നുള്ളത് എന്താണ്, ആത്മാവിൽ നിന്നുള്ളത് എന്താണ് എന്ന് വേർതിരിച്ചു തരും. വലിയ അപകടമാണ്. ജഡത്തിൽ നിന്നുള്ളത് ആത്മാവിൽ നിന്നുള്ളതിനെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതായത് ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞു, അപ്പൊ അത് ജഡത്തിൽ നിന്നാണ് എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ മനസ്സിൽ നിന്നുള്ളത് ഈ ആത്മാവിൽ നിന്നുള്ളതിൽ നിന്ന് വലിയ വ്യത്യാസമില്ല. ദൈവനാമ മഹത്വത്തിന് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന പല പരിപാടികളുണ്ടല്ലോ, അത് മനസ്സിൽ നിന്നുള്ളതാണ്. അതായത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നു എന്ന് കെയർ ഓഫിൽ എന്റെ നാമം മഹത്വപ്പെടാനുള്ള ഒരു കാര്യങ്ങൾ, അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ജഡവും ആത്മാവും തമ്മിൽ തിരിച്ചറിയാം, എന്നാൽ മനസ്സും ആത്മാവും തമ്മിൽ തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകുന്നത്. ഒരിക്കല് ഞാനൊരു മീറ്റിംഗ് പങ്കെടുക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു പ്രപ്പോസൽ വന്നു. അതിലൊരു പ്രശ്നം, ഈ പെൺകുട്ടി പ്രശ്നമായിട്ടല്ല, അതിന് തടസ്സമാണ്, ഒരു ഓർഫണാണ്. അപ്പോൾ ഞങ്ങളുടെ മീറ്റിംഗ് ലീഡ് ചെയ്ത ആളോട് സജഷൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് നെഗറ്റീവായിട്ടല്ല പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു മാരേജ് ഈസ് നോട്ട് എ സോഷ്യൽ വർക്ക്. അതായത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഒരു ശാരീരിക വൈകല്യമോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ എന്നിലൊരു സിമ്പതി ഉണ്ടാക്കി അല്ല കല്യാണം നടത്തേണ്ടത്. ഒരു പക്ഷെ ശാരീരിക വൈകല്യമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ദൈവം എന്നോട് പറഞ്ഞു കാണുമായിരിക്കും. അത് ആത്മാവിൽ നിന്നുള്ള എനിക്ക് ഒരു സഹതാപം തോന്നി, അങ്ങനെ ചെയ്യുന്നത് അത് മനസ്സിൽ നിന്നുള്ളതാണ്. മനസ്സും ആത്മാവും തമ്മിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ പറയുന്നത് എന്താ, അത് ദൈവത്തിന്റെ വചനം വേർതിരിച്ചു തരും. ദൈവവചനത്തിന്റെ ഫംഗ്ഷൻ അതാണ്. ദാവീദ് നാഥാൻ പ്രവാചകനോട് ചോദിച്ചു, യഹോവയ്ക്ക് ഒരു ആലയം പണിയാം. ഏത് പ്രവാചകനാണ് ആ ആലോചനയെ ദൈവത്തിൽ നല്ല എന്ന് ചിന്തിക്കുന്നത്? എൻ്റെ കയ്യിലൊരു 25 ലക്ഷം രൂപയുണ്ട്, അപ്പൊ ഞാൻ വടക്കേന്ത്യയിലുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് പറഞ്ഞു, ഓക്കെ, ഈ പൈസ നിങ്ങൾ എടുക്കുക, നിങ്ങൾ ഇവിടെ ഒരു ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു കെട്ടിടം പണിയുക എന്ന് പറഞ്ഞാൽ അതിലെന്താ ദൈവികമല്ലാത്തത്? സന്തോഷം. അതുപോലെ തന്നെ ദാവീദ് പറഞ്ഞു, യഹോവയ്ക്ക്
ഞാനൊരു ആലയം പണിയട്ടെ. അപ്പൊ നാഥാൻ പ്രവാചകൻ പറഞ്ഞു 100 വട്ടം സമ്മതം, പണിതോ. അത് കേട്ടാൽ ആർക്കും തോന്നും. സാധാരണ പ്രവചനത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു അഭിപ്രായത്തിൽ പല പ്രവചനങ്ങളും തോന്നലുകളിൽ നിന്ന് പറയുന്നതാണ്. നമുക്ക് ഏകദേശം ഊഹിച്ചൊക്കെ പറയാം. യഥാർത്ഥ പ്രവചനത്തെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അതുപോലെ നാഥാൻ പ്രവാചകൻ പറഞ്ഞു പണി. തിരിച്ച് അന്ന് വീട്ടിൽ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, അല്ല, നീ പറഞ്ഞ തെറ്റാണ്. ദാവീദല്ല ആലയം പണിയേണ്ടത്. അവന്റെ കയ്യിൽ രക്തക്കറയുണ്ട്, അതുകൊണ്ട് അവനല്ല പണിയേണ്ടത്, അവന്റെ മകനാണ്. ഇതാണ് മനസ്സും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പലപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടുന്നത് ജഡത്തിൽ നിന്നല്ല, മനസ്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ ആത്മാവിനാൽ നടത്തപ്പെടുന്നവനെ കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ, മനസ്സിനാൽ നടത്തപ്പെടുന്നവനല്ല. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ വചനം പ്രാണനെയും ആത്മാവിനെയും വേർതിരിച്ച് തരും, സത്യമജ്ജകളെയും വേർപെടുത്തുന്നവരെ തുളച്ചു ചെല്ലുന്നു, ഹൃദയത്തിലെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വിവേചിച്ചു തരും. നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ സ്വാർത്ഥതയിൽ നിന്നാകാം, ആ ആഗ്രഹങ്ങൾ വാശിയിൽ നിന്നാകാം. പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് വൈരാഗ്യത്തിൽ നിന്നാകാം. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, അവര് സുവിശേഷം പറയുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല, എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ്. നല്ല പ്രവൃത്തികൾ പോലും തെറ്റായ ഉദ്ദേശത്തിൽ നിന്നാകാം. ഇതെല്ലാം ദൈവത്തിന്റെ വചനമാണ് വിവേചിച്ചു തരുന്നത്. പക്ഷേ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം, ആവശ്യം നമുക്കുണ്ടാകണം. അതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഒരു ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങൾ പങ്കെടുത്തത് കൊണ്ട് കാര്യമായില്ല, ഒരു പ്രസംഗം കേട്ടുകൊണ്ട് കാര്യമായില്ല, ഒരു പ്രാവശ്യം ബൈബിൾ വായിച്ചുകൊണ്ട് കാര്യമായില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ ഈ ഉൽപ്പത്തി കൊണ്ട് വായിച്ചിങ്ങനെ പോവുകയാണ്. ഉൽപ്പത്തിയിൽ വായിച്ചു, ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ വെച്ച് ദൈവം ഒരു കാര്യം സംസാരിച്ചു, നമ്മളത് വിട്ടു. പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഉൽപ്പത്തി ചെല്ലുന്നത്. അപ്പോഴേക്കും അന്ന് ദൈവം സംസാരിച്ചൊക്കെ അതിന്റെ വഴിക്ക് പോയി. അപ്പോ അത് മെമ്മറൈസ് ചെയ്യണം. ബൈബിൾ വാക്യം കാണാപ്പാഠം പഠിക്കുന്നതിനോട് എനിക്കൊരല്പം വിമുഖതയുള്ളതിന്റെ കാരണം, ഞാനൊക്കെ ആയിരുന്ന സഭകളിൽ ബൈബിൾ വാക്യം മത്സരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ മത്സരത്തോടുള്ള വലിയ ദേഷ്യമുള്ളതുകൊണ്ടായിരിക്കും അത്. പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മുടെ ഓർമ്മയിൽ ഇരിക്കണം. ഓർമ്മ എന്ന് പറഞ്ഞാൽ അതേ അർത്ഥത്തിലേക്ക് അതിലെ ആശയമെങ്കിലും അതാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. അതാണ് തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത്. അതാണ് നല്ലതും തീയതും തീരുമാനിക്കേണ്ടത്. നിങ്ങളോട് ഒരാൾ ഒരു സംശയം ചോദിക്കുമ്പോൾ, ഓക്കെ, നമുക്ക് ദൈവം എന്ത് പറയുന്നത് നോക്കാം. അവരുടെ അഭിപ്രായം, ഇവരുടെ അഭിപ്രായം, സമൂഹത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നു. അതായിരിക്കണം നമ്മുടെ ഒരു ലൈഫ് പാറ്റേൺ. വേദപുസ്തകം എന്ന് പറയുന്നു. കല്യാണമായാലും മരണമായാലും ഒരു സോഷ്യൽ ഫംഗ്ഷൻ ആയാലും ജീവിതത്തിൽ ഏതൊരു കാര്യമായാലും വേദപുസ്തകം അതിന് വിലക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേദപുസ്തകം അതിനെ വിലക്കാതിരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു അന്വേഷണം എല്ലാ കാര്യങ്ങളിലും നമുക്കുണ്ടാകണം. അതാണ് യാക്കോബ് പറയുന്നത്. ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, അത് പ്രവർത്തിക്കുന്നവരായി കൂടി ഇരിപ്പിൻ. ആ വചനം ഞാൻ കേൾക്കുന്നത് അത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അപ്പൊ കേൾക്കുന്നതൊക്കെ പ്രവർത്തിക്കാൻ പറ്റൂ? പറ്റത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കും? മറന്നു പോകുന്ന വേറെ, കേൾക്കുന്നതൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിലവിളി ഉണ്ടാകുന്നത്. കർത്താവേ, അങ്ങയുടെ വചനം പറയുന്ന ആ നിലവാരത്തിലേക്ക് എനിക്ക് ഉയരാൻ പറ്റുന്നില്ല. അവിടെ ഒരു നിലവിളി ഉണ്ടാകണം. നമ്മൾ എന്താ ചെയ്യുന്നേ? എന്തുകൊണ്ട് നിലവിളി ഉണ്ടാകുന്നില്ല? നമ്മളത് മറക്കുന്നു. പ്രത്യേകിച്ചും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ അത് വേഗത്തിൽ മറക്കാൻ ശ്രമിക്കൂ. മറക്കലല്ല, നമുക്ക് പറ്റത്തില്ല. വേദപുസ്തകത്തിൽ പറയുന്ന ദൈവത്തിന്റെ, കർത്താവ് പറഞ്ഞ എങ്ങനെയാണ്? ദൈവത്തിന്റെ സ്നേഹത്തോളം വേണം എന്റെ സ്നേഹം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. കർത്താവിനെ കള വേറൊരാളെ സ്നേഹിക്കുന്ന പോലെ എങ്കിലും, അതായത് നമ്മുടെ സമൂഹത്തിൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ആളുടെ നിലവാരത്തിൽ പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. നമുക്ക് പറ്റുന്നില്ല. അവിടെയാണ് നിലവിളി ഉണ്ടാകുന്നത്. ആ നിലവിളിയിലാണ് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരുന്നത്. ആ നിലവിളിയിലാണ് നമുക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്. പക്ഷേ
നമുക്കൊരു ഉദ്ദേശം ഉണ്ടാകണം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ രൂപം കാണിച്ചു തരും. ആ രൂപം മറന്നു പോകുന്നവരായിട്ടല്ല, അത് മനസ്സിൽ തെളിഞ്ഞു നിൽക്കുക. അതിനു മുൻപിൽ ഒരു നിലവിളി ഉണ്ടാകുക. നമുക്ക് ആ ഭാഗം മാത്രം വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ആ വാക്യം മാത്രം വായിക്കാം. യാക്കോബ് 1-ാം അധ്യായം 22 മുതൽ 24 വരെ ഞാൻ വായിക്കാം. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്ത് നിങ്ങളെ തന്നെ വഞ്ചിക്കാതെ അത് പ്രാവർത്തികമാക്കുന്നവരുമായിരിക്കുവിൻ. ഒരുവൻ വചനം കേൾക്കുന്നവനാണെങ്കിലും അത് പ്രാവർത്തികമാക്കാതിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്നവനോട് തുല്യനാകുന്നു. അവൻ തന്നെ തന്നെ കണ്ട് പുറപ്പെടുകയും താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ തന്നെ മറന്നു പോവുകയും ചെയ്യുന്നു. നമ്മൾ ഈ ക്ലാസ് ഇവിടെ നിർത്തും.